അപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഇനിയാണ് ശരിക്കുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ കണ്ടതൊക്കെ വെറും സാമ്പിളായിരുന്നു. ഇനിയാണ് ശരിക്കും പ്രശ്നത്തിലേക്ക് കടക്കുന്നത്. ഇവർ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. അതൊരു കാര്യമുണ്ട്. ഇവർ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ട്രംപ് ആയാലും ഇറാനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പറയുന്ന പോലെയാണെങ്കിൽ നല്ലൊരു പണിയാണ് ഇനി വരാൻ പോകുന്നത്. സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ വെച്ച് നടന്നത് എല്ലാം ഫെയിലായ കാര്യമൊക്കെ അറിയാലോ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നുള്ള കാര്യത്തിൽ ട്രംപ് പറഞ്ഞത് നേവൽ ബ്ലോക്കേഡാണ്. അമേരിക്കൻ US ആർമിയുടെ കപ്പലുകളിലേക്ക് നേരത്തെ നിർത്തി ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടില്ല എന്നുള്ള രീതിയിലുള്ള നേവൽ ബ്ലോക്കേഡാണ് ഇവർ പറഞ്ഞത്. ഈ നേവൽ ബ്ലോക്കേഡ് അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. വെനിസ്വേലയിൽ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്, ക്യൂബയിൽ ഇതൊരു 90% വർക്കും ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം, അമേരിക്കയുടെ ഒരു സക്സസ്ഫുൾ പരിപാടിയാണ് ഈ നേവൽ ബ്ലോക്കേഡ്. ഇറാൻകാരാണെങ്കിൽ വേറെ ലെവലിലാണ്. അവർ പറയുന്നത് ഒരു ബാരലിന് $1 വെച്ചിട്ട് ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഞങ്ങൾക്ക് ടോൾ പോലെ അയച്ചു തന്നാലേ കപ്പലുകളിനെ വിടുള്ളൂ എന്നുള്ള നിലപാടിലായിരുന്നു ഇറാൻകാർ. ഇപ്പം ഇത് അവർ പൈസ കൂട്ടിയിട്ടുണ്ടോ കുറച്ചുണ്ടോ ഒന്നും അറിയില്ല. അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ഇറാൻകാർ അവർക്കൊരു ഈ പുതിയൊരു ഇൻകം സോഴ്സ് ട്രംപും അമേരിക്കക്കാരായിട്ട് കണ്ടുപിടിച്ച് കൊടുത്തു, ഇങ്ങനൊരു ടോൾ വിരിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹർമുസിൽ ഇറാൻകാർ കപ്പലുകളിനെ പിടിച്ചിടും, ഇവിടെ ഗൾഫ് ഓഫ് ഒമാനിൽ അമേരിക്കക്കാർ പിടിച്ചിടും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെക്കാരുടെ ഫ്രണ്ട് ആണെങ്കിൽ അവർ കപ്പലിനെ വിടും, ഈ ഒമാനിൽ ഈ അമേരിക്കക്കാരുടെ ഫ്രണ്ട്സിനെ മാത്രമേ വിടുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇറാൻ്റെ ഫ്രണ്ട് ആയിരിക്കണം, അമേരിക്കയുടെ ഫ്രണ്ട് ആയിരിക്കണം, എന്നാലേ കുറച്ച് ഓയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത് ചൈനയ്ക്കാണ്. അറിയാലോ, 80% ഇറാൻ്റെ ഓയിൽ പോകുന്നത് ചൈനയ്ക്കാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്ന് പോകുന്നത് ഏഷ്യൻ കൺട്രീസൊക്കെയാണ്, നമുക്കും സൗത്ത് കൊറിയയും ജപ്പാനിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യണം, അമേരിക്കയുടെ ഫ്രണ്ട് ആയിരിക്കണം, ഇറാൻ്റെ ഫ്രണ്ട് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പിണക്കി കഴിഞ്ഞാൽ ഓയിൽ വരുന്നത് നിൽക്കും. ഇന്ത്യക്കാർക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു, കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് ആണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. ഇനിയിപ്പോൾ ട്രംപ് ഓരോ ദിവസം ഓരോന്ന് പറയുന്നതുകൊണ്ട് അറിയില്ല. ഇതെന്തായാലും ഇനിയാണ് ശരിക്കും പ്രശ്നങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. ഇനി ഒരു നേവൽ വാർഫെയർ ആയിരിക്കും നമ്മളിത് കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഇറക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കക്കാർ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാരനെ ഇറാനിലേക്ക് ഇറക്കാതിരിക്കാൻ ആണ് ഇവർ മാക്സിമം നോക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അത് ചെയ്താൽ പോരെ, ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് നോക്കുന്നത്. കാരണം അതെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കക്കാർ ഈ ട്രംപിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുന്നുള്ളൊരു പേടി അണ്ണനുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്.